അതെ, ഡൽഹി ബോളേഴ്സിനെ അമ്മാനമടി അഭിഷേക് ശർമ്മ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 6 വിക്കറ്റിന് തകർത്തുന്ന ആത്മവിശ്വാസവുമായി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് കളിക്കാൻ വന്ന ഡൽഹി ക്യാപിറ്റൽസിനെ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് വെടിക്കെട്ടിൽ 47 റൺസിന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് തങ്ങളുടെ സീസണിലെ 4ാം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ പോയിന്റ് ടേബിളിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്താനും സൺറൈസേഴ്സ് ഹൈദരാബാദിന് കഴിഞ്ഞു. പഞ്ചാബ് കിങ്സിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും ശേഷം 3ാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പോയിന്റ് ടേബിളിലെ സ്ഥാനം. ഇന്നലെ 68 പന്തിൽ 10 വീതം 4ഉം 6ഉം ഉൾപ്പെടെ 135 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വരാനും വീഡിയോ കൊടുക്കുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യും. അങ്ങനെ തുടർച്ചയായി 7ാം തവണ ടോസ് നഷ്ടപ്പെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തുടർച്ചയായി 8ാം തവണ ടോസ് ലഭിച്ച ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സിൻ്റെ ബാറ്റിങ്ങിനാക്കിയായിരുന്നു. സൺറൈസേഴ്സിനായി ഓപ്പൺ ചെയ്തത് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും തന്നെയാണ്. ആദ്യ ഓവറുകളിൽ സ്പിന്നറിന് അഭിഷേകിനെയും ട്രാവിസ് ഹെഡിനെയും കൊടുക്കാമെന്ന് വിചാരിച്ച അക്സർ പട്ടേലിന് ശരിക്കും തെറ്റിയെന്ന് പറയാം. പവർ പ്ലേയിലെ 2ാം ഓവർ നിതീഷ് റാണ എന്നെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ടാക്ടിക്സ് വർക്കാവുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. അധികം റൺസൊന്നും എടുക്കാൻ ഇവർക്കും സാധിച്ചില്ല. എന്നാൽ 5ാം ഓവർ വീണ്ടും അറിയാവുന്ന നിതീഷ് റാണയെ അഭിഷേകും ട്രാവിസ് ഹെഡും കൂടി ചേർന്ന് അടിച്ച് പറത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഓവറിൽ 20 റൺസാണ് ഇരുവരും കൂടി നേടിയത്. അങ്ങനെ അക്സർ പട്ടേലിൻ്റെ ആ ഒരു ടാക്ടിക്സ് പൊളിയുകയായിരുന്നു. പവർ പ്ലേയിൽ ഇരുവരും ചേർന്ന് 67 റൺസ് കൂടി ചേർത്തെങ്കിലും അത്ര നല്ലൊരു വലിയൊരു എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ഇന്നിങ്സ് അല്ല. സാധാരണ പവർ പ്ലേയിൽ ഒരു 80-90 വരാണെങ്കിലും ഇപ്രാവശ്യം കുറച്ച് ഒരു ഭേദപ്പെട്ട, അതായത് ഒരു 67 റൺസിൽ ഒതുക്കാൻ ഡൽഹി ബോളർക്ക് സാധിച്ചു. ഇരുവരും ചേർന്ന് ആദ്യ വിക്കറ്റിൽ 97 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് സൺറൈസേഴ്സിനൊരു മികച്ച തുടക്കം സമ്മാനിക്കുകയായിരുന്നു. എന്നാൽ 9ാം ഓവർ കഴിയുമെന്ന ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ട്രാവിസ് ഹെഡിന് പുറത്താക്കി ഡൽഹിക്ക് ഒരു ആശ്വസിക്കാനുള്ള ഒരു വക നൽകുകയായിരുന്നു. ട്രാവിസ് ഹെഡ് ഇന്നലെ 26 പന്തിൽ 2 വീതം 4ഉം 6ഉം ഉൾപ്പെടെ 37 റൺസാണ് സൺറൈസേഴ്സിന് വേണ്ടി നേടിയത്. അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ട്രാവിസ് ഹെഡിൻ്റെ വക എന്നുള്ളത് കണ്ടത്. പിന്നീട് 1 വന്ന ക്യാപ്റ്റൻ ഇഷാൻ കിഷനെ വിട്ടുപിടിച്ച് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു അഭിഷേക് ശർമ്മ ഇന്നലെ സൺറൈസേഴ്സിന് വേണ്ടി നടത്തിയത്. അങ്ങനെ 15ാം ഓവർ കഴിയുന്ന നിതീഷ് റാണയെ 2ാം ബോൾ 6 നോക്കി തൻ്റെ IPL 2ാം സെഞ്ചുറി പൂർത്തിയാക്കി അഭിഷേക് ശർമ്മയുടെ വക ഒരു വ്യത്യസ്ത ഒരു സെലിബ്രേഷൻ, അതായത് ഇങ്ങനെ കൈകൊണ്ടൊരു ഇങ്ങനെ ആ ഒരു സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. ഇതിനിടെ അഭിഷേക് ശർമ്മയെ പുറത്താക്കാൻ പറ്റിയ അവസരങ്ങളൊക്കെ ഡൽഹി വിട്ടുകളയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു റണ്ണൗട്ട് ചാൻസ് ഒക്കെ ഹൈദരാബാദ് മിസ്സാക്കി, അതുപോലെ തന്നെ ഒരു ക്യാച്ചിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിതീഷ് റാണ മിസ്സാക്കി. അങ്ങനെ കുറച്ച് ഡൽഹിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണ് ഇന്നലെ ഡൽഹിയുടെ പരാജയത്തിന് ഏറ്റവും വലിയ കാരണമായി. പിന്നീട് നിതീഷ് റാണ ക്യാപ്റ്റൻ ഇഷാൻ കിഷനെ പുറത്താക്കി ഡൽഹിക്ക് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. അതായത് അഭിഷേക് ശർമ്മയായിരുന്നു ബാറ്റിംഗ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ അടിച്ച പന്ത് നേരെ നോൺ സ്ട്രൈക്കിൽ ഇന്ത്യയിലേക്ക് വന്നത് നിതീഷ് റാണ പതുക്കെ കൈകൊണ്ട് തട്ടി ഇഷാൻ കിഷൻ്റെ ക്രീസിൽ നയൻ സ്റ്റമ്പിലേക്ക് തട്ടി വിടുകയായിരുന്നു. അങ്ങനെ ഇഷാൻ കിഷൻ നിർഭാഗ്യം കൊണ്ട് ഔട്ടായി പോവുകയായിരുന്നു. 2ാം വിക്കറ്റിൽ ഇരുവരും കൂടി 79 റൺസാണ് കൂട്ടിച്ചേർത്തത്. പിന്നീട് ഹെൻറി ക്ലാസിനെ കൂട്ടുപിടിച്ച് ഇരുവരും ചേർന്ന് സൺറൈസേഴ്സ് സ്കോർ 242 എന്നൊരു സാമാന്യം വലിയൊരു ടോട്ടലിലെത്തുകയായിരുന്നു. ഹെൻറി ക്ലാസിൻ്റെ നല്ലൊരു കിടിലൻ ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നലെ കണ്ടത്. ഒരു പെർഫെക്റ്റ് ക്യാമിയോ ബൈ ഹെൻറി ക്ലാസൻ. അതായത് 13 പന്തിൽ 3 വീതം 4ഉം 6ഉം ഉൾപ്പെടെ 37 റൺസാണ് ഹെൻറി ക്ലാസൻ ഇന്നലെ സൺറൈസേഴ്സിന് വേണ്ടി നേടിയത്. ഡൽഹിയുടെ ബോളർമാരുടെ കാര്യം നല്ല കട്ടപ്പുക തന്നെയായിരുന്നു. കാരണം IPL ഇപ്പോൾ റീസെൻ്റ്ലി IPL അത്യാവശ്യം നല്ലൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. ആ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥിതിയാണ് നല്ല സൺറൈസേഴ്സിൻ്റെ വെടിക്കെട്ട് എസ്പെഷ്യലി അഭിഷേക് ശർമ്മ എടുത്തിട്ട് വാരിയത്. മുകേഷ് കുമാർ 4 ഓവറിൽ 50, അതായത് എക്കണോമി റേറ്റ് 10ന് താഴെ ഒരു ബോളർ പോലും പോയിട്ടില്ലേ. ടി നടരാജനാണ് 10 എന്നൊരു അവസാനത്തെ ഒരു 10 പുള്ളിയുടെ എക്കണോമി റേറ്റ്. അതായത് 4 ഓവറിൽ 40 റൺസ് മാത്രം ഇട്ടുവാണെങ്കിൽ വിക്കറ്റൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ 4 ഓവർ ഏറ്റവും കുറവ് എക്കണോമിയിൽ വന്നത് ടി നടരാജാണ്. ബാക്കി എല്ലാവരും നല്ല അടിവാങ്ങിയെന്ന് പറയാം. നിതീഷ് റാണൊക്കെ 4 ഓവറിൽ 55. നിതീഷ് റാണ എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ബോളറൊക്കെയാണ്. പുള്ളിയൊക്കെ 4 ഓവർ കൊടുത്തിട്ട് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ അടക്കമുള്ളവർ എറിഞ്ഞത് 2, അതുപോലെ കുൽദീപ് യാദവ് 2 ഓവർ. അതെന്ത് എക്സ്പെരിമെൻ്റാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. ക്യാപ്റ്റൻ അക്സർ പട്ടേൽ പോലെയുള്ള, അതുപോലെ കുൽദീപ് യാദവ് എന്നുള്ള മെയിൻ ബോളറുകളൊക്കെ ഇവർ മാത്രം 2 ഓവർ എറിഞ്ഞപ്പോൾ പിന്നെ നിതീഷ് റാണ പോലുള്ള ബോളർമാർ പാർട്ട് ടൈം സ്പിന്നേഴ്സിന് 4 ഓവർ കൊടുക്കുകയും ചെയ്തത് എന്തൊരു
എന്ത് ടാക്ടിക്സ് ആണെന്ന് മനസ്സിലാവുന്നില്ലേ. അങ്ങനെ സൺറൈസറിൻ്റെ ഈ കൂറ്റൻ ടാർഗറ്റ് ചേസ് ചെയ്യാൻ തുടങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി പാറ്റ് കുന്നസംഗയും കെ.എൽ. രാഹുലും കൂടിയായിരുന്നു. രണ്ടാം ഓവറിൽ ഇമ്പാക്ട് പ്ലെയറായി വന്ന ശ്രീലങ്കൻ പേസറായ മധുശങ്ക പാറ്റ് കുന്നസംഗയെ പുറത്താക്കി സൺറൈസേഴ്സിന് ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. എന്നാൽ രണ്ടാം വിക്കറ്റിൽ കെ.എൽ. രാഹുലും നിതീഷ് റാണയും ചേർന്ന് നടത്തിയ 87 റൺസ് പാർട്ട്ണർഷിപ്പ് ഡൽഹി ക്യാപിറ്റൽസിനൊരു മികച്ച തുടക്കം സമ്മാനിച്ചു. അങ്ങനെ 10ാം ഓവറിൽ വന്ന സാക്കിബ് ഹുസൈൻ കെ.എൽ. രാഹുലിനെ മടക്കി ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യായിരുന്നു. കെ.എൽ. രാഹുൽ എന്നുള്ള 21 പന്തിൽ 3 സിക്സും 1 ഫോറും ഉൾപ്പെടെ 37 റൺസാണ് ഡൽഹിക്ക് വേണ്ടി എന്നുള്ള നേടിയത്. കെ.എൽ. രാഹുൽ മടങ്ങിയതോടുകൂടി പിന്നെ നമ്മൾ കാണുന്നത് ഡൽഹിയുടെ പതനാണ്. അതായത് 107 നിലയിൽ നിന്ന് 107-4 എന്ന നിലയ്ക്ക് ഡൽഹി ബാറ്റിംഗ് നിര കൊളാപ്സ് ആകുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. 11ാം ഓവർ അറിയുന്ന ഇഷാൻ മലിംഗയാണ് ഡൽഹിയുടെ വിജയ പ്രതീക്ഷകൾക്കെല്ലാം അവസാനിപ്പിച്ചത്. ആദ്യ ബോളിൽ തന്നെ നിതീഷ് റാണയെ പുറത്താക്കി ഇഷാൻ മലിംഗ ഡൽഹിക്കൊരു സൺറൈസേഴ്സിനൊരു ബ്രേക്ക് ത്രൂ നൽകി. നിതീഷ് റാണ ഇന്നലെ 30 പന്തിൽ 7 ഫോർ 3 സിക്സും ഉൾപ്പെടെ 57 റൺസാണ് ഡൽഹിക്ക് വേണ്ടി അടിച്ചത്. തൊട്ടടുത്ത പന്തിൽ തന്നെ ഡേവിഡ് മില്ലറിൽ ബൗൾഡാക്കിയതോടുകൂടി ഡൽഹിയുടെ കാര്യം ഏകദേശം തീരുമാനമായി. അങ്ങനെ 11ാം ഓവറിലെ ആ ഒരു മികച്ച ബോളിങ്ങിലൂടെ ഡൽഹിയെ പതുക്കെ തോൽവിയിലേക്ക് തള്ളിവിടുകയെന്നാണ് പറയുന്നത്. പിന്നീട് 5ാം വിക്കറ്റിൽ സൗമ്യ ഋഷിയും ട്രിസ്റ്റൻ സ്റ്റബ്സും ചേർന്ന് ഡൽഹിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടെ 16ാം ഓവർ എറിയുന്ന ഇഷാൻ മലിംഗ തന്നെ ആ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. ട്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെയും സൗമ്യ ഋഷിയുടെയും 59 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഇഷാൻ മലിംഗ തന്നെ അവിടെ അവസാനിപ്പിച്ച് ഇമ്പാക്ട് പ്ലെയറായിരുന്ന അശുതോഷ് ശർമ്മയ്ക്കും കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതോടുകൂടി ഡൽഹി ക്യാപിറ്റൽസ് 195 റൺസിന് 9 എന്ന നിലയിൽ അവരുടെ ഒരു ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഡൽഹി ക്യാപിറ്റൽസിന് 47 റൺസിൻ്റെ തോൽവി. 4 ഓവറുകളും 29 റൺസ് മാത്രം വിട്ട് കഴിഞ്ഞ് 4 വിക്കറ്റ് എടുത്ത ഇഷാൻ മലിംഗയുടെ ആ ഒരു പ്രകടനം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ബൗളിങ്ങിലെ ആ ഒരു പ്രകടനം തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിന് 195 ഒതുക്കാൻ സഹായിച്ചത്. പിന്നീട് 2 ഓവറുകളും 12 റൺസ് മാത്രം വിട്ട് കഴിഞ്ഞ് 3 വിക്കറ്റ് എടുത്ത ഹർഷ് ദുബെയുടെ ഒരു ബോളിംഗ് പ്രകടനം എടുത്ത് പറയാനുള്ളത്. കാരണം അവസാന ഓവറിലാണ് ഈ 3 വിക്കറ്റും പുള്ളിക്ക് കിട്ടിയത്. അതായത് ചക്കയ്ക്ക് കിട്ടുന്ന വിക്കറ്റുകളാണ് ലാസ്റ്റ് ഓവറിൽ അവരെ അടിച്ച് ഔട്ടാക്കാൻ നോക്കി അങ്ങനെ കിട്ടിയ വിക്കറ്റുകളാണ്. അപ്പോൾ അത് അത്ര വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സൺറൈസേഴ്സ് വീണ്ടും ഒരു വലിയൊരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഒരു പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തെത്തി മറ്റുള്ള ടീമുകൾക്ക് ഒരു വെല്ലുവിളിയായിരിക്കണം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് എൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും നല്ലൊരു മാറിമറിയലുകളൊക്കെ ആണ്. കുറച്ച് ടീമുകളൊക്കെ അങ്ങനെ തിരിച്ചു വന്ന് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഏപ്രിൽ 25-ന് പഞ്ചാബ് കിങ്സുമായിട്ടും അതുപോലെ തന്നെ സൺറൈസേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഏപ്രിൽ 25-ന് തന്നെ രാജസ്ഥാൻ റോയൽസുമായിട്ടാണ്. പിന്നെ നാളെയാണ് നമ്മുടെ മുംബൈ വേഴ്സസ് CSK എൽ ക്ലാസിക്കോ പോര്. അതായത് എൽ ക്ലാസിക്കോ പോരെന്നും പറയാൻ പറ്റില്ലെങ്കിലും മുംബൈ വേഴ്സസ് CSK മാച്ച് നമുക്കൊരു ആവേശം തരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള 2 ടീമുകൾ തന്നെയാണ് മുംബൈയും CSKയും. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.